ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ മദേഴ്സ് ഡേ അല്ല, അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് നമ്മളെ മദേഴ്സിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് 2 A4 പേപ്പറാണ്. അതിലൊന്ന് കളർ പേപ്പറും ഒന്ന് വൈറ്റ് പേപ്പറാണ് എടുക്കേണ്ടത്. കളറൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കളർ പേപ്പർ ഇതുപോലെ രണ്ടായിട്ട് സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം വൈറ്റ് പേപ്പറിൽ ഇതുപോലെ 3 ഹെഡ് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് ഹെഡ് ഷേപ്പ് നമ്മൾക്ക് ഇതുപോലെ താഴോട്ട് ക്രോസ് ആയിട്ടൊന്ന് ഒന്നിൻ്റെ താഴെ ഒന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വൈറ്റ് പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ A4 പേപ്പറിനേക്കാളും ചെറുതായിരിക്കണം ഉള്ളിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. വൈറ്റ് പേപ്പർ ഞാനിപ്പോൾ ഒട്ടിച്ച് കൊടുത്ത പോലെ കുറച്ച് റെഡ് കളർ നമുക്ക് കാണുന്ന രീതിയിൽ സെൻറ്ററിലാക്കിയിട്ട് വേണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള ഹെഡ് ഷേപ്പിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഹാപ്പി മദേഴ്സ് ഡേ എന്ന് എഴുതി കൊടുക്കണം. ഞാൻ ഫസ്റ്റത്തിൽ ഹാപ്പി എന്നും രണ്ടാമത്തിൽ മദേഴ്സിനും മൂന്നാമത്തിൽ ഡേ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം റെഡ് മാർക്കർ എടുത്തിട്ട് ഇതുപോലെ ചെറിയ 2 ഹെഡ് ഷേപ്പ് ഇതിൻ്റെ ഉള്ളിലൊന്ന് വരച്ച് കൊടുക്കുന്നത് 2 സൈഡിലായിട്ട്. അതിപ്പോൾ 2 സൈഡിലും താഴെയും വരച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ വരച്ചത് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല, അത് ലാസ്റ്റാണ് ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വരക്കുമ്പോൾ താഴെ ആ കോർണറിലായിട്ട് കൂടെ ഒന്ന് വരച്ച് കൊടുക്കണം. ഞാനിപ്പോൾ 3ലും ഒരുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് ജെൽ പെൻ എടുത്തിട്ട് ഹെഡ് ഷേപ്പിൻ്റെ ചുറ്റായിട്ട് ഇതുപോലെ ലൈൻസ് ഒന്ന് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബ്ലൂ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് തന്നെ എടുക്കണം, അപ്പോഴാണ് ഒന്നും കൂടി കാണാനും ഭംഗിയുണ്ടായിരിക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് റൗണ്ടിൽ കുറച്ച് വൈറ്റ് പേപ്പർ വേണം. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഈ പഞ്ചർ ഉണ്ടായത് കൊണ്ട് ഇതുപോലെ ഒന്ന് പഞ്ച് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതുപോലത്തെ പേപ്പേഴ്സാണ് നമുക്ക് വേണ്ടത്. അതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ കിഡ്സിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. അപ്പോൾ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വരുന്ന മദേഴ്സ് ഡേക്ക് നിങ്ങൾ മദറിന് ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളെ കൈ കൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക ഇഷ്ടമായിരിക്കും. ഫ്രണ്ട് ഭാഗം ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുത്തില്ല, അപ്പോൾ അതിന് ഇതുപോലത്തെ ഒരു ബോർഡർ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇട്ട് കൊടുത്ത അതേപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ലൈൻസ് ആയിട്ടാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കോഡ്സ് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ മദറിനോട് എന്ത് മെസ്സേജാണോ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് അതിവിടെ നല്ല നീറ്റായിട്ട് എഴുതി കൊടുക്കുക. ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെന്നില്ല, നമുക്ക് മലയാളത്തിലായാലും എഴുതി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കോഡ്സും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ കാർഡ് ഇവിടെ റെഡിയായി.
അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിലായിട്ട് ഞാൻ കുറച്ച് ഹെഡ് ഷേപ്പും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് റെഡ് കളറിൽ. ഇതും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.